ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കൂൺ കൃഷിയെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. കൂണിനെ കുറിച്ച് ആർക്കും പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിൻ്റെ പോഷക ഗുണങ്ങൾ ഒട്ടേറെയാണ്. എന്നാൽ ഇത് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. മഴക്കാലത്താണ് ഇവ കൂടുതലായി ലഭിക്കാറുള്ളത്. മഴയത്ത് ഇടി പൊട്ടിയാൽ കൂന് മുളക്കുമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തും മഴയത്ത് ഇടി പൊട്ടിയതിൻ്റെ പിറ്റേന്ന് പറമ്പിൽ കൂൺ മുളച്ചോ എന്ന് നോക്കാൻ ഞാനും ഉമ്മയും പോവാറുണ്ടായിരുന്നു. അന്നൊന്നും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു. 100-ൽ 70% പേർക്കും കൂൺ ഇഷ്ടമുള്ളവരാണ്. നീർക്കെട്ട്, സന്ധിവീക്കം, ശരീരബലം ഇതിനെയെല്ലാം കൂൺ സഹായിക്കാറുണ്ട്. ഒരുപാട് ടൈപ്പ് കൂണുകൾ ഉണ്ടെങ്കിലും എല്ലാ കൂണുകളും നമുക്ക് കഴിക്കാൻ പാടുള്ളതല്ല. കൂൺ കൃഷി ചെയ്യാൻ മണ്ണ് പോലും ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വസ്തുത. കേരളത്തിൽ സുലഭമായി കിട്ടുന്ന വൈക്കോൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുകൂടാതെ അറക്കപ്പൊടി, പെല്ലറ്റ് എന്നീ മാധ്യമങ്ങളും ഉപയോഗിക്കാറുണ്ട്. കൂൺ കൃഷി എന്ന പേരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുകയല്ല, മറിച്ച് കൂൺ വിത്ത് മുളച്ചു പൊട്ടുന്നതിനുള്ള പരിസ്ഥിതി ഉണ്ടാക്കുക എന്നതാണ് കർഷകൻ ചെയ്യേണ്ടത്. ഇതിനായി വെളിച്ചം കടക്കാത്ത ഒരു മുറിയോ അറയോ ആവശ്യമാണ്. ഞങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന മാധ്യമം വൈക്കോലും അറക്കപ്പൊടിയുമാണ്. ഇതുണ്ടാക്കുന്ന രീതി വൈക്കോൽ നല്ലതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവി കയറ്റി എടുക്കണം. എന്നിട്ട് ബെഡുകളാക്കി ഇരുട്ടറയിൽ സൂക്ഷിക്കണം. അതിനുശേഷം മുള പൊട്ടിത്തുടങ്ങിയാൽ ഇത് പ്രകാശമുള്ള മുറിയിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഓരോ ഘട്ടവും ശ്രദ്ധാപൂർവം മാത്രമേ കൈകാര്യം ചെയ്യാവൂ. അതുകൊണ്ട് തന്നെ മുറിയിൽ പ്രവേശിക്കുമ്പോൾ കൈകാലുകൾ ഡെറ്റോളിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം. വൃത്തിയുള്ളതും അണുബാധയില്ലാത്തതുമായ സ്ഥലത്തു മാത്രമേ കൂണുകൾ മുളക്കാറുള്ളൂ. കൂൺ തടങ്ങൾ തയ്യാറായതിനു ശേഷം ദിവസവും 2 നേരമെങ്കിലും നനയ്ക്കാനും ഈർപ്പം നിലനിർത്താനും ശ്രദ്ധിക്കണം. കൂൺ വിളവെടുക്കാൻ പാകമാകുമ്പോൾ ബെഡിൽ നിന്നും മൃദുവായി പറിച്ചു മാറ്റാവുന്നതാണ്. ഒരു ബെഡിൽ നിന്ന് തന്നെ 3-4 തവണ വിളവെടുക്കാൻ കഴിയുന്നതാണ്. വളരെ ശ്രദ്ധാപൂർവം ചെയ്തു കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ വളരെ നല്ല വരുമാനം ലഭിക്കുന്നതുമായ ഒരു കൃഷി രീതിയാണ് ഇത്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് ചിപ്പിക്കൂനുകൾ, പാൽക്കൂനുകൾ എന്നിവയാണ്. പാൽക്കൂനുകൾ ജൂൺ മുതൽ ഡിസംബർ കാലഘട്ടത്തിലും ചിപ്പിക്കൂനുകൾ ജനുവരി മുതൽ മെയ് കാലഘട്ടത്തിലും, അതായത് വേനൽക്കാലത്തുമാണ് ഉണ്ടാക്കുന്നത്. ഇതിനെക്കുറിച്ച് വല്ല സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാവുന്നതാണ്. എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.